I'm Deepa Panikar here. This is my house. No bastards are here actually, and no car here. Nothing. Okay, nobody is here. No car here. We don't have any car, and it's already locked. Every time it is locked actually. നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ പല നമ്മളെക്കുറിച്ച് പല കഥകളുണ്ടാക്കാൻ ഈ മോഹൻ സിംഗിൻ്റെ ഒക്കെ വീട്ടിൽ പല കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ പ്രതിയുള്ളതല്ല. അവരുടെ വീട്ടിലാരെങ്കിലും വരുന്നതായിരിക്കും. നമ്മളുടെ ഇതൊന്നുമല്ല. കണ്ടില്ലേ, നമ്മുടെ ലോക്കാണ്, എടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് അവിടെയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതാക്കും. ഇവരുടെ ഇതിനകത്ത് ഭയങ്കരമായ നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അവരുടെ വീട്ടിൽ സദാനന്ദ മന്ദിരത്തിൽ ശ്രീലത എന്നൊക്കെ പറയുന്ന കുറേ പേരേ ഉള്ളൂ. നമുക്കതൊന്നിനെക്കുറിച്ചൊന്നും ഒരു ഇതുമില്ല. ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് ഞാൻ, അല്ലാതെ വേറെ എങ്ങുമല്ല. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ ക്യാമറ, ഇത് ഹോളിലെ ക്യാമറ. ഇത് നിങ്ങൾക്ക് കാണാം, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്. എൻ്റെ അമ്മ പിന്നെ അവിടെയോട്ട് പോയി. അപ്പുറത്തെ ഇതിൻ്റെ തന്നെ പുറകിലുള്ള വസ്തു 17 സെൻറ്റിൽ തന്നെ ടച്ച് ചെയ്ത് 17 സെൻറ്റ് സ്ഥലമുണ്ട് ഇതുമായിട്ട് തന്നെ. ഇത് 9 സെൻറ്റ് എൻ്റെ അച്ഛൻ്റെ ഷെയറും. മറ്റേത് എൻ്റെ അമ്മ 10 സെൻറ്റ് വാങ്ങിച്ചു, പിന്നെ ഞാൻ 7 സെൻറ്റ് കൂടെ വാങ്ങിച്ചു, അങ്ങനെ 17 സെൻറ്റ്. ഇതാണ് അടുക്കളയിലെ ഇത്. ഞങ്ങളുടെ വീട്ടിലാണിത്, വേറൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരും ഒന്നുമില്ല. ഇങ്ങനെ നമ്മുടെ കാര്യമാണ്. എൻ്റെ അമ്മയെ ഇപ്പം കാണിക്കാം. എൻ്റെ അമ്മ ഇവിടെയുണ്ട്, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇവിടെയുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. അമ്മേ, ഞാനും അമ്മയല്ലേ ഉള്ളു ഇവിടെ, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അല്ല, ഞാൻ പറയുക, ഇപ്പം സമയം എന്ന് പറയുന്നത് 9:45. രാത്രിയിലും എല്ലാം ഞാനും അമ്മയും കൂടെ അല്ലേ ഇവിടെ ഉള്ളത്? നമ്മൾ രണ്ടും തന്നെയുള്ള എല്ലാ സമയത്തും ഞാനും അമ്മയും തന്നെ അല്ലേ അമ്മേ? ആ, അല്ല ചോദിക്കുക കേട്ടല്ലോ. രാത്രിയിലും പകലും എല്ലാം ഞാനും എൻ്റെ അമ്മയും മാത്രമാണ്. പിന്നെ ഇവിടെ വരുന്നെങ്കിൽ ഞങ്ങളുടെ മുക്കും മാത്രമേ വരത്തുള്ളൂ. മുക്കും അത് പരീക്ഷയൊക്കെയാണ്, ഡൽഹിയിലാണ്, അത് കഴിയുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ 17 സെൻറ്റ് സ്ഥലം. ഇത് ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്നത് കണ്ടല്ലോ, ഓടിട്ട വീട്. അപ്പോൾ എല്ലാവർക്കും ഇത് അങ്ങോട്ട് ഫ്രണ്ടിൽ കാണുന്ന അതാണ്. അപ്പോൾ ഇതാണ് 17 സെൻറ്റിൻ്റെ ബാക്കിൽ തന്നെ. ഇതിങ്ങനെ ടച്ച് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. പണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ ഇവർ മുള്ളുവേലി ഇങ്ങനെ 3 സൈഡും ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്, ഇവിടെ വരെ അപ്പോൾ ഇവിടെ വരെ. അപ്പോൾ ഇങ്ങനെ ഈ സൈഡും ആ സൈഡും പിന്നെ ഈ സൈഡും ഇങ്ങനെ മുള്ളുവേലിയൊക്കെ ഇട്ട് ഞങ്ങളെ ഇതിനകത്താക്കി. അങ്ങനെയാണ് ദൈവം ഈ 17 സെൻറ്റും കൂടെ നമുക്ക് ഇതാക്കി തന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ 17 സെൻറ്റ്. ഈ 10 സെൻറ്റിന് വേണ്ടി ഇവൻ ഒത്തിരി എൻ്റെ അമ്മയുടെ ഒരു 100 പവൻ വാങ്ങിക്കേണ്ട കാശ് കളഞ്ഞിട്ടുണ്ട്. കേസ് പറഞ്ഞ്. അപ്പം പിന്നെ ഇവന്മാരിങ്ങനെ ഫോൺ കൊണ്ടിരിക്കുന്നതിനുള്ള തെളിവാണ്. ഇപ്പം ഞങ്ങളുടെ ഈ കല്ലിട്ടിരിക്കുന്ന കണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് അതിർത്തിയുണ്ട്. അപ്പോൾ എല്ലാ അതിർത്തിയെല്ലാം ഉള്ളതാണ്. 17 സെൻറ്റ് ഞങ്ങളുടേതാണ്. ഇത്രയും ഇതും അതിൻ്റെ കൂടെയാണ് എൻ്റെ അച്ഛൻ്റെ കിട്ടിയ 9 സെൻറ്റ്. അപ്പം ഇവൻ ഇങ്ങനെ ഈ പുട്ടൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ടാണ്. ഇതേണ്ട കണ്ടില്ലയോ എൻ്റെ വസ്തുവും വക ഇങ്ങനെ വീടും ഒക്കെ കിടക്കുന്നത് കണ്ടില്ലയോ. എന്നിട്ട് നമ്മളെ ഭരിക്കാൻ വരുന്നു ഇവനിങ്ങനെ നമ്മളെ ഭരിക്കാൻ വരിക. ഇതാണ് നമ്മുടേത് കേട്ടോ. ഇത് ഞങ്ങളുടെ വസ്തു. ഈ വൃത്തിയായിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ വസ്തുവാണ്. ഇത് 17 സെൻറ്റ്. അപ്പോൾ ഇവനിങ്ങനെ ഫോണും പിടിച്ചിരിപ്പാണ് ജോലി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്തുവാ പറയുന്നത്, എവിടെ പോകുന്നു, അതിനനുസരിച്ച് ഡ്രാമ എടുത്ത് ഇങ്ങനെ ഇരിക്കാനേ ഇവന് നേരമുള്ളൂ. ഇവൻ്റെ പെണ്ണുപിള്ളി, അതുപോലെ തന്നെ സദാനന്ദ മന്ദിരത്തിലെ കുറേ എണ്ണങ്ങളും. നമ്മുടെ വീട്ടിലെങ്ങും ആരുമില്ല. നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഇങ്ങനെ കാറിലൊക്കെ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല, കാറൊക്കെ കിടക്കുന്ന എന്തൊക്കെയോ. നമ്മുടെ ഇതൊന്നും ഇവിടെ ഒന്നും ഇതൊന്നുമല്ല. ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന 2 കാറും കിടക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതൊന്നും അല്ല. അത് സദാനന്ദ മന്ദിരമാണ്. നമ്മുടെ വീട് ഇങ്ങനെ ഫുള്ള് നമ്മുടെ വീട്ടിൽ നമ്മൾ കാണാതിരിക്കാനാണ് ഇതൊക്കെ ഇങ്ങനെ. അത് കണ്ടല്ലോ ഫ്രണ്ടിൽ, ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പം ഇതാണ് സുബ്രഹ്മണ്യൻ്റെ വഴി. സുബ്രഹ്മണ്യനൊന്നും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല. ഇത് വെച്ച് നമ്മൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്, വരാൻ പറ്റത്തില്ല. ഇതാണ് ഇവൻ്റെ വഴി, മനസ്സിലായി? ഇത് ഞങ്ങളുടെ ബൗണ്ടറിക്ക് അങ്ങ് വരെയും കല്ലിട്ടിട്ടുണ്ട് ഇങ്ങനെ, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കഥകളൊക്കെ ഇവന്മാരുണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളെക്കുറിച്ച് കഥയൊന്നും എൻ്റെ അമ്മ പറയുന്നത് എല്ലാവരും കേട്ട്. അപ്പം മണി 9:48, 9:50 കേട്ടല്ലോ. അല്ലാതെ പിന്നെ 3 സ്ഥലത്തും കൂടെ അല്ലാതെ സ്ഥലമുണ്ട്.
ഒരിടത്ത് 52 സെൻറ്റ് സ്ഥലം, അത് പല്ലാരിമംഗലം എന്ന് പറയും, അത് തെക്കേക്കര വില്ലേജിലാണ്. ബാക്കി ഇത് ഭരണിക്കാവ് വില്ലേജാണ്. ഈ ഭരണിക്കാവ് വില്ലേജ് ഈ 2 സ്ഥലത്തും കൂടെ എനിക്ക് സ്ഥലമുണ്ടെന്ന് വെച്ചാൽ 35 വീതം അതൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിടിച്ചെടുക്കണം, നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം, നമ്മുടെ സ്ഥലമൊക്കെ കൈക്കലാക്കണം എന്നൊക്കെ ഉദ്ദേശത്തോടാണ് ഇവന്മാരെല്ലാം. പ്രീത എസ് പണിക്കർ, ഈ ബിജു പി, അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ ആ ഉദ്ദേശത്തോടെ ഇങ്ങനെ നമ്മുടെ പുറകിൽ ഇങ്ങനെ നടപ്പാണ് ജോലി കേട്ടല്ലോ. ബിജു പിയൊക്കെ നമ്മൾ ബന്ധം ഒഴിഞ്ഞാണ് ഇനി ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ പിടിച്ച് പറിക്കാൻ. അങ്ങനെയൊന്നും ഇവിടോട്ടൊന്നും കയറേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്. അവനെ ബന്ധം ഒഴിഞ്ഞതിൻ്റെ അതെല്ലാം നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും. കണ്ടല്ലോ, ഇതാണ് ഇവിടെയും ഇങ്ങനെ കെട്ടിമറിച്ച് നമ്മൾ അവിടെ അതിൽ നടക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ഡ്രാമകൾ കാണാതിരിക്കാൻ വേണ്ട അതും ഇതും ഇങ്ങനെ കെട്ടിമറിച്ചിരിക്കുകയാണ്. പല പല ഡ്രാമകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മളിവിടെയാണ്, എൻ്റെ വീടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഈ ഗേറ്റാണ് ഞങ്ങൾ കാണിക്കുന്നുണ്ട്, ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇവൻ്റെ ഒന്നും വീടല്ലത്, കണ്ടില്ലേ, നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. ആണ് എൻ്റെ വീടാണിത്, അല്ലാതെ വേറെ ആരുടെയും ഒരു അവകാശങ്ങളും ഇല്ല. നമ്മളെ എന്താണ്, നമുക്ക് എൻ്റെ അമ്മയ്ക്കും ലോൺ 88 വയസ്സുള്ള ആർക്കും ലോണൊന്നും കിട്ടത്തില്ല. എനിക്കും ഗവൺമെൻറ് ജോലിയൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കും ലോണൊന്നും എടുക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ. പിന്നെ പ്രമാണമൊന്നും ഇവിടെ ഇല്ല, നമ്മളെല്ലാം സൂക്ഷിച്ച് മുക്കുമ്പിൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇവർ പല കഥകളും ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട്. ഒരു ഭയങ്കര കള്ളരാണ്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സത്യം. പിന്നെ എപ്പോഴും അങ്ങ് നമ്മൾ എന്തോ ലിവർ ഡിസീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖത്തോട്ട് സർവ്വസമയവും ഇങ്ങനെ ഇതടിക്കലാണ് ജോലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിസണസ് ഗ്യാസ് നമ്മളിങ്ങനെ കറപ്പിച്ചിട്ട് ലിവർ ഡിസീസാണ്, മറ്റേ ഡിസീസാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ഇതാണ് ഇവന്മാരുടെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡാർക്കാക്കാൻ വേണ്ടി പോയിസണസ് ഗ്യാസും ലേസറും ഒക്കെ നമ്മുടെ മുഖത്തോട്ട് എപ്പോഴും അടിക്കുന്നതാണ് ജോലി. ഇപ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൻ്റെ ഈ ചീക്കിൻ്റെ ആ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ ലേസർ അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ പോയിസണസ് ഗ്യാസ് ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരാളും ഇല്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് രാത്രിയിലും പകലും എല്ലാം.